أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن لم يستطع منكم طولا أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات والله أعلم بإيمانكم بعضكم من بعض فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مسافحات ولا متخذات أخدان فإذا أحصن فإن أتين بفاحشة فعليهن نصف ما على المحصنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم. يريد الله ليبين لكم ويهديكم سنن الذين من قبلكم ويتوب عليكم والله عليم حكيم. അപ്പോ 25-ാമത്തെ ആയത്താണ് മനുഷ്യന്റെ പ്രകൃതിപരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് വിവാഹം എന്നുള്ളത്. അപ്പൊ വിവാഹത്തെക്കുറിച്ചുള്ള ഖുർആനിക വചനങ്ങൾ വായിക്കുമ്പോൾ അതിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നുള്ളത് മനുഷ്യന്റെ ഒരു ആവശ്യമായതുകൊണ്ട് അതെങ്ങനെയെങ്കിലും നടക്കണം, പ്രായോഗികമായി അതെല്ലാവർക്കും സാധ്യമാകണം. വിവാഹം കഴിക്കുന്നതിന് അതിൻ്റെതായ ചില ചെലവുകളും മഹറും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും വിവാഹിതരാവണം എന്ന ഒരു താല്പര്യം വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് കാണുന്നത്
വിവാഹം എന്നത് സ്ത്രീകൾക്കുള്ള ഒരു വലിയ ആദരവായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഇസ്ലാം കാണുന്നത്. അതായത് ഒരു വിവാഹിതയാകുന്നതോടുകൂടി ഒരു സ്ത്രീക്ക് ഒരു നിലക്കും അനീതി സംഭവിച്ചുകൂടാ. മാത്രല്ല എല്ലാ അർത്ഥത്തിലും അവളുടെ ജീവിതം പരിപൂർണമാവുകയും ഏറ്റവും സന്തോഷകരമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സ്ത്രീകൾക്കുണ്ടാവാനാണ് വിവാഹത്തിൻ്റെ വ്യവസ്ഥകളിലും വിവാഹത്തിൻ്റെ നിയമങ്ങളിലുമൊക്കെ വലിയ മുൻഗണന കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് വശങ്ങൾ നമുക്ക് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഈ ആയത്തിലും കാണാൻ പറ്റും. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സാധിക്കുകയാണെങ്കിൽ ഒരു വിശ്വാസി സ്വതന്ത്രനായിട്ടുള്ള ഒരു മുസ്ലിം കല്യാണം കഴിക്കേണ്ടത്, വിവാഹം കഴിക്കേണ്ടത് സ്വതന്ത്രയായ ഒരു സ്ത്രീയെ തന്നെയാണ്. 4 നിബന്ധനകൾ, 4 പ്രശ്നങ്ങൾ ഒരാളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾ എന്ത് ചെയ്യണത്, ഒരു അടിമയായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടത് എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, വിവാഹം കഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മഹർ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം കൈവശമില്ലാതിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു അടിമനെ കല്യാണം കഴിക്കുക. പക്ഷെ ആ അടിമയെ കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം. ജാഹിലിയ കാലത്ത് മഹർ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സ്വതന്ത്രയായ സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ കൊടുക്കേണ്ട അത്ര തന്നെ മഹർ കൊടുക്കേണ്ടി വരില്ല എന്നതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു അടിമയെങ്കിലും വിവാഹം കഴിച്ച് വിവാഹിതനല്ലാതെ ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അയാളുടെ ജീവിത സൂക്ഷ്മതക്കും ഒക്കെ തടസ്സമാവുന്ന രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. പിന്നെ ഒന്ന്, വിശ്വാസിയായിരിക്കണം. അടിമയെ വിവാഹം കഴിക്കുമ്പോഴും അടിമ എന്തായിരിക്കണം, വിശ്വാസിയായിരിക്കണം എന്നുള്ള നിബന്ധനയുണ്ട്. മറ്റൊന്ന്, വിവാഹത്തിൽ പരിഗണിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എന്തായിരിക്കണം, വ്യഭിചരിക്കുന്ന സ്ത്രീയോ വിഭജിക്കുന്ന പുരുഷനോ ആവാൻ പാടില്ല. വ്യഭിചാരത്തിന് ഇതിൽ 2 രൂപം പറയുന്നുണ്ട്. ഒന്ന് എന്താണ്, പ്രത്യക്ഷമായി പരസ്യമായി വേശ്യാവൃത്തി നടത്തുന്ന, പരസ്യമായി വ്യഭിചാരത്തെ പുലർത്തുന്ന സ്ത്രീകൾ, അതും പാടില്ല. മറ്റൊന്ന് പരസ്യമല്ല, മുത്തഹിദാത്തി അഹ്ദ എന്ന് പറയും, രഹസ്യ വീഴ്ചക്കാരെ സ്വീകരിക്കുന്ന ആളുകൾ. രണ്ടാണെങ്കിലും എന്താണ്, പാടില്ലാത്തതാകുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, തൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ അത് തൻ്റെ സൂക്ഷ്മതയെയും തൻ്റെ സദാചാരത്തെയും ബാധിക്കും എന്ന ഒരു ഘട്ടം വരുമ്പോഴും സ്വതന്ത്രയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ അയാൾക്ക് ശേഷിയില്ലാതെ വരികയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അടിമയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാം എന്നാണ് ഈ ആയത്തിൽ നിന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ പ്രകൃതിപരമായ ആവശ്യമായ ഒരു വിവാഹം നടക്കാൻ പരമാവധി വിട്ടുവീഴ്ചയും പരമാവധി സൗകര്യങ്ങളും നിയമത്തിലുള്ള വിശാലതയും അള്ളാഹു എന്ത് ചെയ്യുന്നു, അനുവദിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ വിവാഹിതയാകുന്ന അടിമകളായ സ്ത്രീകൾ വിവാഹം കഴിച്ചതിന് ശേഷവും അവർ വ്യഭിചാരം പോലെയുള്ള ദുഷ്പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഹദ്, ഇസ്ലാമികമായ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ്. പക്ഷെ അത് സ്വതന്ത്രയായ സ്ത്രീക്കുള്ളതിൻ്റെ പകുതി ശിക്ഷയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 100 അടി അടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 50 അടി അടിച്ചാൽ മതി. അപ്പൊ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതിന് പകുതി ഇല്ലാത്തതുകൊണ്ട് എറിഞ്ഞു കൊല്ലുക എന്നുള്ള നിയമം അവർക്കതല്ല, ബാധകമല്ലെന്നും ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ എന്ത് ചെയ്യും, കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഇതിലെന്ത് ചെയ്യണത് പറയുന്നത്. അപ്പൊ കുറേ സംഗതികൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, മനുഷ്യന്റെ ആവശ്യങ്ങളെ, പ്രകൃതിപരമായ ആവശ്യങ്ങളെ അള്ളാഹു പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് സ്വതന്ത്രമായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കഴിയാത്തവർക്ക് അടിമകളെ വിവാഹം കഴിക്കുവാനുള്ള അനുവാദം എന്തായത് നൽകിയിട്ടുള്ളത് എന്നാണ്. പിന്നെ സ്വതന്ത്രമായ ജീവിതത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് സ്വതന്ത്രമായിട്ടുള്ള സ്ത്രീകളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പ്രത്യേകമായി പറയാനുള്ള കാരണം. പിന്നെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ, മഹർ കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വിവാഹം കഴിക്കുന്നതിന് ഇവിടെ അള്ളാഹു എന്ത് ചെയ്യുന്നു, പാടില്ലെന്ന് പറയുന്നു, വിരോധിക്കുന്നു എന്നതാണ്
ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇനി വായിക്കുമ്പോൾ നിന്ന് കുറെ ആശയങ്ങൾ നമുക്ക് കിട്ടും. വമല്ലം യസ്തത്തി മിൻകും, നിങ്ങളിൽ വല്ലവർക്കും സാധിക്കാതെ വരികയാണെങ്കിൽ, വമല്ലം യസ്തത്തി മിൻകും തൗലൻ, തൗല് എന്ന് പറഞ്ഞാൽ ശേഷി, അതായത് പിന്നെ പ്രാപ്തി. ഇവിടെ പ്രാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് കൊണ്ടുള്ള പ്രാപ്തിയാണ്. ഇപ്പൊ വിവാഹം കഴിക്കുമ്പോൾ കൊടുക്കേണ്ട മഹറും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ലാതെ വന്നാൽ, അതായത് വമല്ലം യസ്തത്തി തൗൽ അല്ലദി ഹുവൽ മഹ്ർ ലിനിക്കാഹിൽ മുഹ്സനാത്ത്, സ്വതന്ത്രകളായിട്ടുള്ള വിശ്വാസികളായ സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, അതിനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് ഇല്ലാതെയായി കഴിഞ്ഞാൽ, അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസികൾ അതേപോലെ തന്നെ മുഹ്സനാത്ത്. മുഹ്സനാത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വതന്ത്രമായ സ്ത്രീകളെന്നും പറയാം, അല്ലെങ്കിൽ ചാരിത്രം ശുദ്ധിയുള്ള വ്യഭിചരിക്കാത്ത പരിശുദ്ധകളായ സ്ത്രീകൾ എന്നും പറയാം. അപ്പോൾ വിശ്വാസികളായ ചാരിത്രവതികളായ സ്വതന്ത്രകളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് ശേഷിയില്ലാതെ വന്നാൽ, സാമ്പത്തികമായിട്ടുള്ള സൗകര്യം ഇല്ലാതെ വന്നാൽ, ഫമിമ്മാ മലക്കത്ത് ഐമാനുക്കും, ഫമിമ്മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് എന്താണ്? വിവാഹം കഴിക്കാവുന്നതാണ്, വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. മിൻ ഫതയാത്തിക്കുമുൽ മുഅ്മിനാത്ത്, മിൻ ഫതയാത്തിക്കുമുൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ നിങ്ങളുടെ യുവതികളിൽ നിന്നും. ഇവിടെ ഫതയാത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ട് സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഫതയാത്ത് എന്ന്. അതായത് പിന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അടിമ സ്ത്രീകളാണ്, അടിമകളായിട്ടുള്ള സ്ത്രീകളാണ്. മൊത്തത്തിൽ ഫതയാത്ത് എന്നാൽ യുവതികൾ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് മിമ്മാ മലക്കത്ത് ഐമാനുക്കും മിൻ ഫതയാത്തിക്കും, നിങ്ങളുടെ അടിമ സ്ത്രീകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് സത്യവിശ്വാസികളായിട്ടുള്ള നിങ്ങളുടെ യുവതികളായിട്ടുള്ള സ്ത്രീകളിൽ നിന്നും നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവാഹം കഴിക്കാൻ പറ്റുന്ന. വല്ലാഹു അഅലമു ബി ഈമാനിക്കും, അള്ളാഹു നിങ്ങളുടെ ഈമാനിനെ കുറിച്ച് അറിയുന്നതാണ്. അപ്പൊ ഈമാനിന് രണ്ട് വശമുണ്ട്. അതായത് ശരിക്കും നമ്മൾ മുഅ്മിനാണോ ഇല്ലേ എന്നുള്ളത് ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ബാഹ്യമായ കാര്യങ്ങളെ പരിഗണിച്ചു കൊണ്ട് നമുക്ക് ഒരാളെ വിശ്വാസി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റുമെന്ന്. ഇപ്പൊ വിശ്വാസി എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ബാഹ്യമായ കാര്യവും ആന്തരികമായ വശവും, രണ്ട് വശങ്ങളുണ്ട്. അതിൽ ഉള്ളിലുള്ളത് ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്കേ അറിയുള്ളൂ. അയാൾ മുഅ്മിനാണെന്ന് പറഞ്ഞ് ആ വേഷത്തിലും രൂപത്തിലൊക്കെ ജീവിച്ചാൽ തന്നെ അയാൾ വിശ്വാസി ആയിരുന്നു എന്നുള്ളത് നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോഴേ മനസ്സിലാക്കുള്ളൂ. അത് അള്ളാഹുവിനെ മാത്രം അറിയുന്ന കാര്യങ്ങളിൽപ്പെട്ട കാര്യമാകുന്നതാണ്. അതാണ് വല്ലാഹു അഅലമു ബി ഈമാനിക്കും, അള്ളാഹു നിങ്ങളുടെ ഈമാനിനെ കുറിച്ച് അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ഇപ്പോൾ ഒരാൾ ശരിക്കും വിശ്വാസിയാണോ എന്നതിനെ കുറിച്ച് ശരിയായ നിലക്ക് അറിയാൻ അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ ബാഹ്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തി നമുക്കൊരു വിശ്വാസി എന്ന് പരിഗണിച്ചുകൊണ്ട് ആ വിവാഹം കഴിക്കാൻ പറ്റും. വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഈ നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. അതായത് പിന്നെ വ്യഭിചരിക്കുന്ന ആളാകാൻ പറ്റൂല. എങ്ങനെ നമ്മൾ അറിയാം? വ്യഭിചരിക്കുന്ന ആളാണോ അല്ലേ എന്ന് എങ്ങനെ നമ്മൾ അറിയും? വിശ്വാസിയാണോ അല്ലേ എന്ന് എങ്ങനെ നമ്മൾ അറിയും? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം എന്താണ്? ബാഹ്യമായി നമ്മൾ എന്ത് ചെയ്യുക? അത് വിലയിരുത്തി ബാഹ്യമായ അന്വേഷണങ്ങളിലൂടെ അവരങ്ങനെയുള്ളവരല്ല എന്ന് വിലയിരുത്തി വിവാഹം കഴിക്കാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? സാധ്യമാകുള്ളൂ. എന്തായിരുന്നാലും വിശ്വാസം എന്നുള്ളത് എന്താണ്? വിശ്വാസി ആയിരിക്കുക എന്നുള്ളത്. മുശ്രിക്കിനെ കല്യാണം കഴിക്കാൻ പറ്റൂല. ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ശരിയായ ഈമാൻ ഉള്ളവരാവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും പരിശ്രമിക്കുകയും വേണം. കാരണം വേറെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ കുറവുകളെ നമുക്ക് നികത്താൻ പറ്റും. പക്ഷെ മനസ്സിൽ തട്ടി അള്ളാഹുലും റസൂലിലൊന്നും ശരിക്കും വിശ്വസിക്കാത്ത ആളുകളാണെങ്കിൽ സ്വാഭാവികമായും എന്താ അറിയോ? അത് പിന്നീട് നമുക്ക് ഒരു കാര്യത്തിലും, ഇത് വിശ്വാസമില്ലാത്തവരുമായി ഒരു കാര്യത്തിലും നമുക്ക് യോജിച്ചു പോകാൻ പറ്റും.
അപ്പൊ അതുകൊണ്ട് വിശ്വാസിയാവുക, ശരിയായ ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ബാഹ്യമായി വിലയിരുത്താനേ പറ്റുള്ളൂ, ആന്തരികമായി അറിയുന്നവൻ അള്ളാഹു ആകുന്നു എന്നാണ്. ബഅ്ലുക്കും മിൻ ബഅദ്, അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ബഅ്ലുക്കും മിൻ ബഅദ് എന്താണ്? നിങ്ങൾ ചിലരിൽ നിന്നുള്ളവരാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും, ഇത് വിശ്വാസികളായ എല്ലാ ആളുകളെയും നാം നമ്മുടെ ആളുകളായി സ്വന്തക്കാരായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. അതായത് നിങ്ങൾ എല്ലാവരും പരസ്പരം സഹോദരന്മാരാണല്ലോ എന്നാണ് അള്ളാഹുവിന്റെ ഇടയിൽ പറയുന്നത്. നിങ്ങൾ എല്ലാവരും പരസ്പരം എന്താണ്? സഹോദരന്മാരായ ആളുകളാണല്ലോ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്ന നിലക്കും അതേപോലെ തന്നെ മുസ്ലിങ്ങൾ എന്ന നിലക്കും നിങ്ങൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ പുലർത്തേണ്ടവരും സഹകരിക്കേണ്ടവരും സഹായിച്ച് ജീവിക്കേണ്ടവരും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാഹങ്ങൾ സ്ഥാപിക്കുകയും വിവാഹം കഴിക്കുകയും ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം എന്ന ഒരു പൊതുവായ പ്രോത്സാഹനമാണ് എന്ത് ചെയ്യുന്നത് അതിൽ പറയുന്നത്. പിന്നെ ഇതിന് അഖിലിഹിന്ന, ഇനി വിവാഹം കഴിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഫങ്കിഹൂഹുന്ന, നിങ്ങൾ അവരെ എന്ത് ചെയ്യുക? വിവാഹം കഴിക്കുക. ഇതിന് അഖിലിഹുന്ന, അവരുടെ ആളുകളുടെ എന്താണ് അനുവാദത്തോടു കൂടി. ഒരു അടിമനെ കല്യാണം കഴിക്കുകയാണെങ്കിലും ആ അടിമക്ക് ഒരു യജമാനനോ ഒന്നിലധികം യജമാനന്മാരുണ്ടെങ്കിലും അവരുടെ അനുവാദത്തോടു കൂടെയും സമ്മതപ്രകാരവുമാണ് അവരെന്ത് ചെയ്യുന്നത് വിവാഹിക്കുന്നത്. ഇവിടെ ആഗ്രഹിക്കുന്നതാണ് അവരെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആരാണോ അവിടെ സമ്മതപ്രകാരം നിങ്ങൾ അവരെ വിവാഹം കഴിച്ചു കൊള്ളുക. ഫങ്കിഹൂഹുന്ന, ആ ഹുന്ന ആരാണ്? അൽ മംലൂക്കാത്ത്, ഈ അടിമകളായിട്ടുള്ള സ്ത്രീകൾ. അപ്പൊ അവരെ വിവാഹം കഴിക്കുമ്പോഴും അവിടെ യജമാനന്മാരുടെ അനുമതി വേണം എന്നുള്ളതാണ്. അതായത് വിവാഹത്തിൽ ഒരു സ്ത്രീയുടെ നിലവിലുള്ള രക്ഷിതാവിൽ നിന്നും മറ്റൊരു രക്ഷിതാവ് ഏറ്റെടുക്കുന്ന കൈമാറ്റമാണ് വിവാഹത്തോടെ നടക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? വലിയന്റെ അനുവാദത്തോടു കൂടെ മാത്രമേ പറ്റൂ. അടിമയാണെങ്കിൽ അവിടെ യജമാനൻ ആരാണോ അവിടെ അനുവാദത്തോടെയും സമ്മതത്തോടും കൂടെ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ഇന്നിപ്പോ പലപ്പോഴും വലിയനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ വാപ്പനെ പരിഗണിക്കാതെ രക്ഷിതാവിനെ പരിഗണിക്കാതെ വിവാഹങ്ങൾ നടക്കുന്നതിന്റെ കാരണം വിവാഹം കഴിക്കണമെന്ന് എന്ത് ചെയ്യാണ് ആണും പെണ്ണും ആദ്യം തീരുമാനിക്കണം. പിന്നെ ആ തീരുമാനം നടപ്പിലാകാൻ വേണ്ടി അവർക്ക് എന്ത് വേണം? രക്ഷിതാക്കൾ ഒരു തടസ്സമായി വരുമ്പോൾ അവരെ എതിർത്തുകൊണ്ടാണ് എന്തെങ്കിലും വിവാഹം കഴിക്കുന്നത്. ഇപ്പൊ ഒരു പിതാവ് ഒരു പെൺകുട്ടിന്റെ വാപ്പ കഴിഞ്ഞ പ്രാവശ്യം ഒരു ദീനിയായ ഒരു സംശയം നിലയ്ക്ക് അയാൾ ചോദിക്കുക. അപ്പൊ അയാൾക്കൊരു മകളുണ്ട്. അപ്പൊ ആ മകളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വന്നു. ദീനിയായിട്ടൊക്കെ നിസ്കാരമൊക്കെ ഉള്ള ആൾ തന്നെയാണ്. അപ്പൊ വിവാഹം ആദ്യം അവർ രണ്ടുപേരും എന്താണ് വിവാഹം കഴിക്കാമെന്ന് സ്വന്തമായി എന്തിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് രക്ഷിതാക്കളിലേക്ക് അന്വേഷണം വരുന്നത്. അപ്പൊ ഈ പെൺകുട്ടിന്റെ വാപ്പക്കും മക്കും എന്താണ് അത് സമ്മതമാണ്, വിവാഹം കഴിക്കാൻ നടത്താം, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ചു. പക്ഷേ ഈ ചെക്കന്റെ വാപ്പന്റെ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉമ്മാക്ക് ആ വിവാഹം ഒരിക്കലും എന്തല്ല സമ്മതമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വിവാഹം കഴിക്കേണ്ട ചെറുപ്പക്കാരനും അതേപോലെ തന്നെ വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിന്റെ വാപ്പ വലിയും പറയുന്നത് എന്താ വെച്ചാൽ വിവാഹം നടക്കണമെങ്കിൽ അതിന് ഉമ്മാന്റെ സമ്മതമാണ്. അതായത് ആൺകുട്ടിന്റെ ഉമ്മാന്റെ സമ്മതം കല്യാണം കഴിക്കാൻ ആവശ്യമില്ലല്ലോ, വാപ്പാന്റെ സമ്മതം ആവശ്യമില്ലല്ലോ, അവനൊരു പുരുഷനല്ലേ. അപ്പൊ അവനുണ്ടാവുക വലിയ ഉണ്ടാവുക രണ്ട് സാക്ഷി ഉണ്ടെങ്കിൽ വിവാഹം കഴിച്ചുകൂടിയത്. അപ്പോ സത്യത്തിൽ എന്താണ് നമ്മളിപ്പോ ഒരു കർമ്മശാസ്ത്രപരമായി ചിന്തിക്കുമ്പോ ഇപ്പൊ ഒരാണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് മതി? വലിയ മതി. പക്ഷെ സത്യം പറഞ്ഞാൽ അവിടെ ഓൻ ആരെടുത്തുനിന്ന് സമ്മതം വാങ്ങേണ്ടേക്കാളും അവൻ ഇക്കേണ്ട കാലം വളർത്തിണ്ടാക്കി അവന്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു വിവാഹം നടക്കുമ്പോൾ എന്തായാലും അവന്റെ ഉമ്മന്റെ ഒരു സംതൃപ്തി അതിൽ വേണ്ടേ? അതിപ്പോ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പൊ ആ ഉമ്മയുടെ സമ്മതമില്ലാതെ അവരെ അസംതൃപ്തരാക്കിയിട്ട് ഒരു വിവാഹം നടക്കുന്നതിന്റെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ. അപ്പൊ സ്വാഭാവികം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകനാണെങ്കിലോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മകൻ ഈ പെൺകുട്ടിന്റെ വാപ്പയല്ലേ ചോദിക്കണേ. അപ്പൊ നിങ്ങളുടെ മകനാണെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണെന്ത്, എനിക്കൊരു കുട്ടിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റും പറഞ്ഞേ, നീ ആ കുട്ടിനെ കല്യാണം കഴിക്കണത് എനിക്കും ഉമ്മാക്കൊന്നും ഇഷ്ടല്ല എന്ന് പറഞ്ഞു. അപ്പോ പറയണെന്ത്,
ഇസ്ലാമിൽ അങ്ങനെ നിങ്ങളെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല. നമ്മളുണ്ടാകുക, വലിയുണ്ടാകുക, രണ്ട് സാക്ഷി ഉണ്ടെങ്കിൽ കല്യാണം നടക്കുമെന്ന് നിങ്ങളുടെ മകൻ നിങ്ങളോട് പറഞ്ഞാലോ? അപ്പോ അത് തിരിച്ചു ചോദിക്കുമ്പോഴാണ് അപ്പൊ അയാൾ ആലോചിക്കണം, ആ ശരിയാണല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങളെ ഓല സ്ഥാനത്ത് ഇത് ചിന്തിക്കും. നിങ്ങളുടെ മകൻ വന്ന് പറയണത് ഇനിയിപ്പോ നിങ്ങളെ സമ്മതം പനി സമ്മതം ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോഴെങ്ങനെ? അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ എപ്പോഴും രക്ഷിതാക്കളുടെ ഒരു അനുവാദം എന്നുള്ളത് പ്രധാനമാണ്. വലിയില്ലാതെ കല്യാണം നടക്കൂല. എന്നാൽ വലിയ ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, രക്ഷിതാക്കൾ മാതാപിതാക്കളുടെ ഒരു സംതൃപ്തിയും സന്തോഷവും ഒക്കെ എന്താണ് വിവാഹത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ അടിമകൾ എന്ന് പറഞ്ഞ ഒരു അടിമനെ കല്യാണം കഴിക്കുമ്പോൾ പോലും എന്ത് വേണം? ബീദിനിയാക്കിലിരിക്കുന്ന അവരുടെ എന്താണ്, അവരുടെ ആളുകളുടെ, അതായത് അവരുടെ കൈകാര്യകർത്താക്കളുടെ സമ്മതപ്രകാരം നിങ്ങൾ അവരെ വിവാഹം കഴിച്ചു കൊള്ളുക. വാതൂന്റെ ഉജൂറഹുന്ന, എന്നാലും നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? അവിടെ മഹറുകൾ നിങ്ങൾ അവർക്ക് കൊടുക്കണം. മഹർ നിങ്ങൾക്ക് അവർക്ക് നൽകാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ജാഹിലിയ്യ കാലത്ത് മഹർ കൊടുത്തിരുന്നില്ല. സ്വതന്ത്രകളായ സ്ത്രീകളെ കഴിക്കുകയാണെങ്കിൽ മാത്രമേ മഹർ കൊടുക്കുള്ളൂ. പക്ഷേ എന്ത് ചെയ്യണം? മഹർ കൊടുക്കണം ബിൽ മഅറൂഫ്, മര്യാദ പ്രകാരം. അന്നത്തെ ആചാരങ്ങളും മര്യാദകളും കണക്കും അനുസരിച്ച് കൊണ്ടുള്ള മാന്യമായ ഒരു മഹർ അവർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണമെന്നാണ്. മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ, മുഹ്സനാത്തിൻ അവരെന്തായിരിക്കണം? നല്ല പരിശുദ്ധകളായ പതിവ്രതകളായ ആളുകളായിരിക്കണം. ഗൈറ മുസാഫിഹാത്ത്, ഇവിടെ മുസാഫിഹാത്ത് എന്ന് പറഞ്ഞാൽ പരസ്യമായ വ്യഭിചാരമാണ്. മുസാഫിഹാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേശ്യാവൃത്തി, പരസ്യമായ വേശ്യാവൃത്തി. അപ്പൊ ആ വേശ്യാവൃത്തി നടത്തുന്നവരല്ലാത്തവർ, അതേപോലെ തന്നെ വലാ മുത്തഹിദാത്തി അഹ്ദാൻ, അതാണ് രഹസ്യമായ വേഴ്ചക്കാരെ സ്വീകരിക്കാത്തവരും. അപ്പോൾ ഈ ഇത്തരം സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോഴുള്ള നിബന്ധനകളിൽപ്പെട്ട ഒരു നിബന്ധനയാണെന്ത്? അവര് പരസ്യമായ വേശ്യാവൃത്തി നടത്തുന്നവനോ രഹസ്യ വീഴ്ചക്കാരെ സ്വീകരിക്കുന്നവരോ ആവാൻ പാടില്ല. അതല്ലാത്ത നിലയിൽ അവർ ചാരിത്ര ശുദ്ധിയുള്ളവരായ നിലയിൽ നിങ്ങൾ അവരെ വിവാഹം കഴിച്ചു കൊള്ളുക എന്നാണ്. അപ്പോ മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വലാ മുത്തഹിദാത്തി അഹ്ദാൻ, വേശ്യാവൃത്തിയിൽ ഏർപ്പെടാത്തവരും രഹസ്യമായിട്ടുള്ള വീഴ്ചക്കാരെ സ്വീകരിക്കാത്തവരുമായ ചാരിത്രശുദ്ധകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ എന്താവുക? മഹർ കൊടുത്ത് വിവാഹം കഴിച്ചു കൊള്ളുക എന്നാണ്. ഇനി ഫൈദ ഉഹ്സിന്ന, ഫൈദ ഉഹ്സിന്ന പറഞ്ഞാൽ അവർ ചാരിത്ര ശുദ്ധികളുള്ളവരായാൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിലൂടെ, വിവാഹം കഴിക്കുക എന്നതിലൂടെ അവരെന്താണ് ഒരു ചാരിത്ര ശുദ്ധി, അതായത് ഒരു സുരക്ഷിതത്വം നേടിക്കഴിഞ്ഞാൽ, എന്നാൽ വിവാഹിതരായാൽ എന്നർത്ഥം. ഫൈദ ഉഹ്സിന്ന, അങ്ങനെ അവർക്ക് ചാരിത്രപരമായിട്ടുള്ള സംരക്ഷണം ലഭിച്ചാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ. ഫൈൻ അത്തൈന ബിഫാഹിഷത്തിൻ, ഫൈൻ അത്തൈന ബിഫാഹിഷത്തിൻ അവരെന്താണ് വ്യക്തമായിട്ടുള്ള വല്ല നീചവൃത്തികളെയും അവർ കൊണ്ടുവരികയാണെങ്കിൽ, അത്തൈന കൊണ്ടുവരിക, ഫാഹിഷത്ത് നീചവൃത്തി. ഫാഹിഷത്ത് എന്നുള്ളത് പലപ്പോഴും വ്യഭിചാരം എന്ന വാക്കിന് പകരമായിട്ട് എന്ത് ചെയ്യണം? സിനക്ക് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഫാഹിഷത്ത്. ഇവിടേക്ക് അതാണ് ഉദ്ദേശം. വ്യക്തമായിട്ടുള്ള വല്ല നീചവൃത്തികളും അവർ കൊണ്ടുവന്നാൽ ഫഅലൈഹിന്ന അവരുടെ മേലുണ്ട് നിസ്ഫുമാ അലൽ മുഹ്സനാത്തി മിനൽ അദാബ്, നിസ്ഫുമാ അലൽ മുഹ്സനാത്തി, അതായത് സ്വതന്ത്രകളായിട്ടുള്ള പരിശുദ്ധകളായ സ്ത്രീകളുടെ മേൽ നൽകുന്ന ശിക്ഷയുടെ പകുതി. നിസ്ഫുമാ അലൽ മുഹ്സനാത്തി, ഇവിടെ മുഹ്സനാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വതന്ത്രകളായ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ ഒരു തെറ്റു ചെയ്താൽ അവർക്ക് കൊടുക്കുന്ന ഹദ്ദ് ശിക്ഷ എന്താണോ അതിന്റെ പകുതിയാണ് ഇവർക്കുള്ളത്. മിനൽ അദാബി, ശിക്ഷയിൽ നിന്നും. അപ്പൊ 100 അടിക്ക് 50 അടി അടിക്കണം എന്നാണ്. അപ്പൊ ഇവിടുത്തെ ചർച്ചയിൽ കാണാൻ പറ്റും, അഥവാ അവരെ എറിഞ്ഞു കൊല്ലാൻ പകുതി ഇല്ലല്ലോ, എറിഞ്ഞു കൊല്ലൽ പകുതി ഇല്ലല്ലോ, അവിടെ എറിഞ്ഞു കൊല്ലൽ എന്ന ശിക്ഷയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇതാർക്കാണ്? ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു സ്വതന്ത്ര അടിമയായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നത് ആർക്കാണ്? വീണ്ടും അള്ളാഹു പറയാണ്, ദാലിക ലിമൻ ഖശിയൽ അനത മിൻകും. എന്താണ് ദാലിക ലിമൻ ഖശിയൽ അനത മിൻകും? നിങ്ങളിൽ നിന്നും അസഹ്യത, അനത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാതിരിക്കുക, അതായത് വിവാഹം കഴിക്കാതെ ഇനി മുന്നോട്ട് പോവില്ല എന്ന അസഹ്യമായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിന് ഭയപ്പെടുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു അനുവാദം നൽകുന്നത് എന്ന്.
അപ്പോൾ വളരെ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിക്കാൻ മറ്റൊരു വഴിയും ഇല്ലാത്ത സന്ദർഭത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ടത് എന്നാണ്. ദാലിക ലിമൻ ഖശിയൽ അനത മിൻകും. വിവാഹത്തിന് വേണ്ട നിബന്ധനകളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത്, ദാലിക ലിമൻ ഖശിയൽ അനത മിൻകും. നിങ്ങളിൽ നിന്നും സഹിക്കാൻ പറ്റാത്തവർക്ക് കേട്ടോ, അസഖ്യതയെ ഭയപ്പെടുന്നവർക്കാകുന്നു അങ്ങനെ ചെയ്യുവാനുള്ള അനുവാദമുള്ളത് എന്നാണ്. എന്നിട്ട് പിന്നെയും പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ സഹിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ, സാമ്പത്തികമായ നിലകളൊക്കെ ആർജിച്ച് സ്വതന്ത്രയായിട്ടുള്ള ഒരു സത്യവിശ്വാസിയായ സ്ത്രീയെ വിവാഹം കഴിക്കാവുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഖൈറുല്ലക്കും, നിങ്ങൾക്കതാകുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇപ്പൊ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും, ഒരു അടിമയായിട്ടുള്ള ഒരു സ്ത്രീനെ വിവാഹം കഴിക്കുമ്പോൾ അവർക്കൊരു ജീവിത ഒരു മോചനം കിട്ടില്ലേ, അവർക്കതൊരു ഗുണകരമായി തീരില്ലേ എന്നാണ് നമ്മുടെ മനസ്സിൽ വരിക. സത്യം പറഞ്ഞാൽ ഇസ്ലാം ഒരു വിവാഹത്തിൽ പരിഗണിക്കുന്നത് എന്താണ്, ഏറ്റവും അത് വിവാഹം അയാൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പൊതുവെ മറ്റൊരാളുടെ അടിമത്തത്തിന് കീഴിൽ ഉള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനേക്കാളും സ്വതന്ത്രയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു വിധവയെ വിവാഹം കഴിച്ച ഒരാളോട് കന്യകയെ കഴിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നത്. വിവാഹത്തിന് എന്താണ് ഏറ്റവും അനുയോജ്യമായത് ആരാണോ അവരെ വിവാഹം കഴിക്കുന്നതിന് എന്തില്ല, തടസ്സമില്ല എന്നുള്ളതാണ്. ഇസ്ലാം അത് അനുവദിക്കുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ എന്തെങ്കിലും ഡിസബിലിറ്റിയോ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകളെ ഒരാൾക്ക് വിവാഹത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അങ്ങനെ ഒരു അതിനേക്കാളും മുൻഗണന നൽകേണ്ടത് എപ്പോഴും എന്തിനാണ്, ഞാനൊരു വിവാഹം കഴിച്ചാൽ അത് എത്രമാത്രം എൻ്റെ വൈവാഹിക ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും എനിക്ക് ഉപകാരപ്പെടും എന്നതിനു തന്നെയാണ് വിവാഹത്തിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വിവാഹം വേണ്ടെന്നർത്ഥമല്ല, അവരെ സംതൃപ്തിയോടുകൂടെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കുന്നതിന് ഇസ്ലാം ഒരു തടസ്സവും നിശ്ചയിക്കുന്നില്ല. ഇവിടെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അടിമകളെ വിവാഹം കഴിക്കുന്നതിനെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ് ശേഷം പറയുന്നത്. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബ അലൈക്കും വല്ലാഹു അലീമുൻ ഹകീം. ആയത്തും കൂടി നമ്മൾ എന്ത് ചെയ്തു, ഓതിയെ കൊടുത്തിപ്പെട്ട ആയത്താണ്. അതായത് യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ നടപടിക്രമങ്ങൾ, മര്യാദകൾ, അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ ഏതാണെന്ന് അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, വിശദീകരിച്ച് തരുന്നത് അള്ളാഹിന്റെ വലിയൊരു കാരുണ്യവും അനുഗ്രഹവുമാണെന്ന്. പലപ്പോഴും ഹദീസിലും ഖുർആനിലൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുള്ള പല അടിസ്ഥാന തത്വങ്ങളെയും അവലംബിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ വലിയ പരാജയങ്ങളിൽ നിന്നും വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് രക്ഷപ്പെടാനുള്ള കാരണം. അത് അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് ഏറ്റവും നല്ല ജീവിത എളുപ്പവും സൗകര്യവും വരാൻ വേണ്ടിയാണ് അള്ളാഹു ഒരു കാരുണ്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരുന്നത്. വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരുടെ ചര്യകളെ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയുമാകുന്നതാണ്. അതായത് ജമീഅ മാ തഹ്താജൂന ഇലാ ബയാനിഹി മിനൽ ഹഖ്ഖി വൽ ബാതിലി വൽ ഹലാലി വൽ ഹറാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഹലാലുകളും ഹറാമുകളും ശരിയും തെറ്റും എല്ലാം എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ ഉദ്ദേശിക്കുന്നു. അവിടെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു, വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരുടെ ചര്യകളെ നിങ്ങൾക്ക് കാട്ടിത്തരുവാനെന്നാണ്. രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ശരിയായ മാർഗം ഏതാണ്, നമ്മുടെ മുമ്പ് ജീവിച്ച സച്ചരിതരായ പൂർവികന്മാരായ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ ജീവിച്ച അതേ വഴി തന്നെയാണ് നമുക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ള വഴി, അത് പിൻപറ്റലാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന ഒരു പ്രോത്സാഹനം
എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാക്കുകളിലുണ്ട്. വയതൂബ അലൈക്കും, നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മുടെ ഗുണത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. അത് അംഗീകരിച്ച് ജീവിക്കലാണ് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്നുകൂടെ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത വചനത്തിൽ പറയുന്നു. നോക്കി നോക്കാം. ഔദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن لن يستطع منكم طولا أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات والله أعلم بإيمانكم بعضكم من بعض فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مسافحات ولا متخذات أخدان فإذا أحصن فإن أتين بفاحشة فعليهن نصف ما على المحصنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم يريد الله ليبين لكم ويهديكم سنن الذين من قبلكم ويتوب عليكم والله عليم حكيم.